ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി സ്വീറ്റ് ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ആദ്യക്കുട്ടന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഞാൻ ഷോപ്പിൽ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത അത്ര സിമ്പിളായിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഇതിനാദ്യം വേണ്ടത് കുറച്ച് ചോളപ്പൊടിയാണ്. ചോളത്തിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിന് തീരെ തരിയൊന്നും ഇല്ലാത്ത പുട്ടുപൊടിയായിരുന്നേ. ഇനി ചോളപ്പൊടി ഇല്ല എങ്കിൽ നമുക്ക് റവ ഉപയോഗിക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്കാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഒരു മുട്ട ഒഴിച്ച്, ഒരു ഗ്ലാസ് പാൽ മൊത്തത്തിൽ ഞാൻ ഒഴിച്ചിട്ടില്ല, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത്, പിന്നെ ആ ഒരു ബ്രൗൺ കളറിലിരിക്കുന്ന വാനില എസൻസ് ആണ്, അത് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുമ്പോഴത്തേക്കിന് ആവശ്യത്തിനനുസരിച്ച് പാൽ ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. അങ്ങനെ ഈ ഒരു പരുവത്തിൽ മാവാകുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു പാത്രത്തിൽ നെയ്യൊക്കെ തടവി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇഡലിച്ചെമ്പ് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ആ ഒഴിച്ച മാവ് മാറ്റാം. ഇനി ആവിയിൽ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതിനൊരു അടിപൊളി പേടയുടെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ